നാരായണ 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 ശ്രീമന്നാരായണീയം. ദശകം 28. 4 ശ്ലോകങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി 5ാമത്തെ ശ്ലോകം തൊട്ട് പറയണു. അഭിഷേക ജലാനുപാതിമുഗ്ധ ത്വദപാംഗൈരവഭൂഷിതാംഗവല്ലീം മണികുണ്ടലപീതചേലഹാര പ്രമുഖൈസ്താം അമരാദയോന്നഭൂഷൻ. അഭിഷേക ജലാനുപാതി മുഗ്ധ ത്വദപാംഗൈഃ അവഭൂഷിതാംഗവല്ലീം താം അമരാദയഃ മണികുണ്ടലപീതചേലഹാര പ്രമുഖൈഃ അന്വഭൂഷൻ. അഭിഷേകത്തിന്റെ ജലത്തോടുകൂടി പരിച്ചതായിട്ടുള്ള അതിമനോഹരങ്ങളായിട്ടുള്ള അങ്ങയുടെ സന്തോഷം കൊണ്ടുള്ള നോട്ടം, ആ കടക്കൻ നോട്ടം കൊണ്ട് അലങ്കരിക്കപ്പെട്ടതായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ശരീരത്തോടു കൂടിയ ആ ലക്ഷ്മി ദേവിയെ ദേവന്മാര് എല്ലാവരും രത്നകുണ്ടലം, മഞ്ഞപ്പട്ട്, മാല തുടങ്ങിയിട്ട് ആടയാഭരണങ്ങള്, വിശേഷ വസ്തുക്കളും ഒക്കെ സമർപ്പിച്ച് അലങ്കരിച്ചു. ഭഗവതിയെ സന്തോഷിപ്പിച്ചു, അവരും സന്തോഷിച്ചു. സമർപ്പണം എല്ലാം കൊടുത്തു എന്നാ. ദേവി കൊടുത്തല്ലാണ്ട് ആരെങ്കിലും ഒന്നുമില്ല. അപ്പൊ അത് തിരിച്ച് കാഴ്ചയായിട്ട് സമർപ്പിച്ചു കൊടുത്തു. അതാണ് പൂജ കഴിഞ്ഞാൽ അങ്ങനെ ഒരു സമർപ്പണമുണ്ട്. നമ്മളതൊക്കെ പതിവുണ്ട് ദേവന്. അഭിഷേക ജലാനുപാതിമുഗ്ധത്വദപാംഗൈരവഭൂഷിതാംഗവല്ലീം മണികുണ്ടലപീതചേലഹാര പ്രമുഖൈസ്താമരാദയോന്നഭൂഷൻ. അഭിഷേക ജല അനുപാതി മുഗ്ധ ത്വത് അപാംഗൈഃ അവഭൂഷിത അംഗവല്ലീം താം അമരാദയഃ മണികുണ്ടല പീത ചേലഹാര പ്രമുഖൈഃ അന്നഭൂഷൻ. ഇപ്പോ അഭിഷേകം കഴിച്ചതായിട്ട് ജലം, അഭിഷേക ജല അനുപാതം. അതേപോലെ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അഭിഷേകങ്ങൾ പലതും ചെയ്തു. ജലം മാത്രമല്ല, അതൊക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ മുഗ്ധങ്ങളായി. അനുപാതി മുഗ്ധം, സന്തോഷിച്ചു. പിന്നെയോ അതിമനോഹരങ്ങളായിട്ടുള്ള അപാംഗങ്ങൾ കൊണ്ട്. അവിടെ അപാംഗം എന്നുദ്ദേശിച്ചത് നോട്ടം, പ്രക്ഷണം, ഈക്ഷണം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അവിടെ വാച്യാർത്ഥത്തിനേക്കാൾ കൂടുതൽ അതിൻ്റെ സാരാർത്ഥമത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് അപാംഗം, അപാംഗൈഹി. ഇങ്ങനെ അഭിഷേകം ചെയ്തപ്പോൾ സന്തോഷിച്ചതായിട്ടുള്ള ആ അമ്മ തുടർന്ന് ചെയ്തതായിട്ടുള്ള സന്തോഷ നോട്ടം കൊണ്ട് എന്ത് സംഭവിച്ചു? അവഭൂഷിത അംഗവല്ലീം താം. എങ്ങനെയാണ്? ധാരാളമായിട്ട് അലങ്കാരാദികളെ കൊടുത്തു. എന്തൊക്കെയാണ്? ശരീരത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയതായിട്ടുള്ള അവഭൂഷിത ഭൂഷണങ്ങളെ കൊണ്ട്. ഭൂഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭരണമാണ്. ഇപ്പൊ മോതിരം, തളവള, പഞ്ചിലമ്പ്, പാദസരം, അരഞ്ഞാണം, മാലകള്, രത്നമായിട്ട് അങ്ങനത്തെ പലതുണ്ട്. പിന്നെ കടകം, കടിസൂത്രം തൊട്ടുള്ള, പിന്നെ ശിരോരത്നം, പിന്നെ ഈ തലയിൽ വെക്കാവുന്ന കിരീടാദി കാര്യങ്ങള്, പിന്നെ കമ്മലുകള്, ഇങ്ങനെ ആഭരണങ്ങൾ ധാരാളമായിട്ട് കൊടുത്തു. അവഭൂഷിത അംഗവല്ലിയും. അപ്പോൾ ആ ഓരോരോ കൈയായാലും കാലായാലും കാതായാലും മൂക്കായാലും മൂക്കുത്തിയൊക്കെ ഉണ്ട്. അതൊക്കെ പത്തിക്കീറ്റ, കവിളിലൊരു പൊട്ട്, അങ്ങനെയല്ലേ, നെറ്റിയിൽ പൊട്ടുണ്ട്. പിന്നെ ശിരസിലെ ശിരോരത്നമുണ്ട്. മറ്റേ ശിരോരത്നം വെച്ചാൽ സ്വയമേ ഉള്ളതല്ല, പ്രത്യേകമായിട്ടൊരു ശിരോ ആഭരണം കൊടുക്കാറുണ്ട് നമ്മൾ. വകച്ചിലിൻ്റെ അവിടെ ഇങ്ങനെ ഞാത്തിരുന്നതായിട്ടുള്ള ഒരു ലോക്കറ്റൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ കൊടുത്ത്, കിരീടം കൊടുത്ത്, ഇങ്ങനെ സുന്ദരമായിട്ടുള്ള അമ്മയുടെ രൂപം. പിന്നെ അമരാദേഹ, ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ദേവന്മാര് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് മണികുണ്ടല പീതചേലഹാര പ്രമുഖൈഹി അന്നഭൂഷൻ. മാത്രമല്ല പിന്നീട് എന്തൊക്കെ കൊടുത്ത്? ആഭരണങ്ങളും കൊടുത്തതിന്റെ കൂട്ടത്തില് ആടയും കൊടുത്തു. ആടെന്ന് വെച്ചാൽ വസ്ത്രങ്ങൾ. അപ്പോൾ രത്നകുണ്ടലങ്ങൾ കൊടുത്തു. പിന്നെ മഞ്ഞ, അമ്മയ്ക്ക് ഇഷ്ടം മഞ്ഞയാണ്. മഞ്ഞ ചേല, മഞ്ഞയും പച്ചയാണ് ലക്ഷ്മി ദേവിയുടെ ഇഷ്ട നിറം. അപ്പോൾ പച്ച സാരിയിൽ മഞ്ഞ ബോർഡറോട് കൂടിയിട്ട് കൊടുത്താൽ അമ്മയ്ക്ക് പച്ച നിറം, സ്വർണ്ണ വർണ്ണത്തിലുള്ള ബോർഡ്, എന്താ പറയാ, മുന്താണി, ഇങ്ങനെയൊക്കെയല്ലേ, അതൊക്കെ സ്വർണം. അപ്പൊ കസവ് എന്നർത്ഥം. നമ്മൾ കസവും പച്ച നിറത്തിലുള്ള സാരി, പച്ച സാരി ലക്ഷ്മിക്ക് അങ്ങനെയാണ് കൊടുക്കാറ്. അതുകൊണ്ടാണ് ഈ ചിത്രകാരന്മാരൊക്കെ പച്ച സാരി ഉടുപ്പിക്കുന്നത് എന്ന് സാരം. അതേപോലെ മഞ്ഞയും അമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ്, കാരണം വിഷ്ണുവിന്റെ ആണല്ലോ, അതുകൊണ്ടാണ്. ഇങ്ങനെ ധാരാളം വസ്ത്രാഭരണങ്ങള്, പൂമാലകള് തൊട്ടുള്ളതൊക്കെ കൊടുത്തു. പ്രമുഖൈഹി അന്വഭൂഷൻ, നന്നായിട്ട് അലങ്കരിച്ചു എന്ന് പറയാം. അപ്പൊ വീണ്ടും സ്തുതിക്കുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ. അതിന്റെ ഇടയ്ക്ക് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറഞ്ഞു തന്നു.
അഭിഷേക ജല അനുപാതി മുഗ്ധ ത്വത് അപാംഗൈഃ അവഭൂഷിത അംഗവല്ലിം മണികുണ്ടല പീതചേല ഹാര പ്രമുഖൈഃ താം അമരാദയഃ അന്വഭൂഷൻ എന്ന് പദച്ഛേദം. അഭിഷേകജലാനുപാതിമുഗ്ധത്വദപാംഗൈരവഭൂഷിതാംഗവല്ലിം മണികുണ്ടലപീതചേലഹാരപ്രമുഖൈസ്താമരാദയോന്നഭൂഷൻ. ഇനി 6-ാമത്തെ ശ്ലോകം. വരണസ്രജമാത്തഭൃംഗനാദാം ദധതി സാ കുജകുംഭമന്ദയാന പദശിഞ്ചിതമഞ്ജുനൂപുരാത്വാം കലിതവ്രീളവിലാസമാസസാദ. കുജകുംഭമന്ദയാന, കുജകുംഭങ്ങളുടെ ഭാരം നിമിത്തം വളരെ മെല്ലെ നടക്കുന്നതായിട്ടുള്ള സ്തനങ്ങളുടെ ഭാരം. വലിയ സ്തനങ്ങളാണ്, ചെറിയ വയറ്, അതിങ്ങനെ വളരെ ചെറുതാണ്. ഉദരം, വയറ് വളരെ ചെറുതാണ്, ഒട്ടും കുംഭം ഇങ്ങനെ ചാടിയുണ്ടാവില്ല. ഉള്ളിലേക്ക് ഒരു ഗോചര സ്വഭാവമാണ്. അതേപോലെ സ്തനങ്ങളാണ് വെച്ചാലോ വലിയൊരു കുടം, കമത്തി വെച്ചുള്ള കുടം ഇല്ലേ, അതേപോലെയാണ് തോന്നുന്നത് അതിൻ്റെ സ്തനമുകുളങ്ങൾ. അത് ഉരുണ്ടതായിട്ടുള്ള സ്തനം, അതിൻ്റെ മറ്റേ ഭംഗിയല്ല, ഒരു പൂവ് ചാർത്തിയ പോലെ ചുവന്ന നിറത്തോട് കൂടിയിട്ടുള്ള സ്തനമുകുളം, ഇങ്ങനെയൊക്കെയാണ് പറയാം. അത് ഇടതോറി നിൽക്കുന്നു എന്നാണ്, തൊട്ടിട്ടാണ് നിൽക്കുക. 2 പർവ്വതങ്ങൾ, മേരുപർവ്വത ശൃംഗം എന്നൊക്കെയാണ് സ്ഥാനങ്ങളുടെ അത് പറയാറ്, ഉദാഹരണമായിട്ട് പറയാറ്. ആത്തഭൃംഗനാഥ, സുഗന്ധത്താൽ ആകർഷിക്കപ്പെട്ടതായിട്ടുള്ള വണ്ടുകള് ഓങ്കാരം ശബ്ദത്തോട് കൂടിയിട്ട് ഇങ്ങനെ മോളി 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 അങ്ങനെ ഉണ്ടാവും. വരണസ്രജം, അപ്പോൾ ആ അമ്മ ഒരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട് സ്വയമേവ നിശ്ചയിച്ച് വരണമാല്യം കൊണ്ട്, വരിക്കാനൊരു മാലയും കൊണ്ട് വരികയാണ്. ദധതി, കയ്യിൽ വഹിച്ചിട്ടുണ്ട്. പദസിഞ്ചിത മഞ്ജു നൂപുര, കാലില് ശബ്ദമുണ്ടാക്കുന്ന ശിഞ്ചിതങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള മഞ്ജു നൂപുരം, അതിമനോഹരമായിട്ടുള്ള മഞ്ജു, അത്രയും മനോഹരം ചോദിച്ചാൽ മനസ്സിലായി, അത്രയും മനോഹരമായിട്ടുള്ള നൂപുരങ്ങള്, പാദസരങ്ങള്. പദശിഞ്ചിത മഞ്ജു നൂപുരങ്ങള്, പാദത്തില് ശബ്ദമുണ്ടാക്കുന്ന ലക്കിലും നല്ല ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിട്ടുള്ള മഞ്ജു, ഏറ്റവും സുന്ദരമായിട്ടുള്ള അവിടെ സുന്ദരമാണ് നൂപുരങ്ങള്, ആ പാദസരങ്ങള്. പദസിഞ്ചിത മഞ്ജു നൂപുര സ, അങ്ങനെയുള്ള അമ്മ കലിത ഉറീള വിലാസം, കലിത ചേർന്നതായിട്ടുള്ള, ഉറീള കുറച്ചൊരു ലജ്ജയോട് കൂടിയിട്ട്, ആ ലജ്ജയോട് കൂടിയിട്ട്. ഇവിടെ വ്രീളയാണ്, ഹ്രീയും ലജ്ജയും വ്രീളയും തമ്മിൽ ലേശം വ്യത്യാസമാണ്. വ്രീള എന്നുള്ളത് ഇവിടെ തെറ്റിന്റെ വിഷയമില്ല. ഇവിടെ ഒരു തനിക്ക് ഈ ആളെയാണല്ലോ ഇഷ്ടമായത്, ബാക്കിയുള്ളവരൊക്കെ കാണുന്നില്ലേ, തന്നെ ആകർഷിക്കുന്നില്ലേ, ഇങ്ങനെയുള്ളതാണ് വ്രീള, ലജ്ജ. അതുപോലെയല്ല ഹ്രീ എന്നുള്ളത്, അത് തെറ്റ് ചെയ്യാനുള്ള അപ്പോഴുള്ള കുറ്റബോധം, അതാണ്. അപ്പൊ ആ ഹ്രീയും വ്രീളയും ഇവിടെ അമ്മയെ സംബന്ധിച്ച് തെറ്റില്ലല്ലോ, അപ്പൊ കാരണം അതിന്റെ വിഷയമില്ല. എന്നാൽ ഹ്രീ രൂപിണിയാണ് ഇനി അമ്മ, അങ്ങനെയാണ്. ആ കലിത വ്രീള വിലാസം, ലജ്ജ കലർന്നതായിട്ടുള്ള മനോഹരമാകുമെന്ന ആ മുഖത്തോട് കൂടിയിട്ട്, പാദചലനങ്ങളോട് കൂടിയിട്ട്, അംഗചലനങ്ങളോട് കൂടിയിട്ട്, ഈ ശരീരത്തിൻ്റെതായിട്ടുള്ള ഒരു ഘടന അങ്ങനെയാണ്. അങ്ങനെയുള്ള അമ്മയെ ത്വാം ആസസാദ, സമീപിച്ചു. ആരെ സമീപിച്ചു? ഭഗവാൻ അവിടെ മാറി നിൽക്കുന്നുണ്ട്. ആ ഭഗവാന്റെ അടുത്തേക്ക് ഈ വരണമാല്യവുമായിട്ട് അമ്മ അവിടെ ചെന്നു. വരണസ്രജമാത്തഭൃംഗനാദാം ദധതി സാ കുജകുംഭമന്ദയാന പദസിഞ്ചിത മഞ്ജു നൂപുരാ ത്വാം കലിതവ്രീള വിലാസമാസസാദ. പദച്ഛേദം വേണം. കുജകുംഭമന്ദയാന ആത്തഭൃംഗനാദാം വരണസ്രജം ദധതി പദസിഞ്ചിത മഞ്ജുനൂപുര സാ കലിതവ്രീള വിലാസം തത് ഭഗവതി ലക്ഷ്മി രമ ത്വാം ആസസാദ, അമ്മയെ സമീപിച്ചു. വരണസ്രജം ആത്തഭൃംഗനാദം ദധതി സാ കുജ കുംഭ മന്ദയാന പദശിഞ്ചിത മഞ്ജു നൂപുര ത്വാം കലിത വ്രീള വിലാസം ആസസാദ. ഇപ്പൊ വരണസ്രജം, ആത്തഭൃംഗം അല്ലെങ്കിൽ ആത്തഭൃംഗനാദം ഒന്നിച്ച് പറയണം. കാരണം ഭൃംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ട്, അതിൻ്റെ നാദം, ഓങ്കാരധ്വനി. ആത്തം അത് ഉണ്ടാക്കിയതായിട്ടുള്ള അതാണ്. ദധതീസ കുജ കുംഭ മന്ദയാന, കുജം സ്ഥാനം, കുംഭം കുടം,
മന്ദം മെല്ലെ, യാന സഞ്ചരിക്കുന്ന എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ആ കുജകുംഭങ്ങളെ എടുത്തുകൊണ്ട് നടക്കുന്നതായിട്ടുള്ള എന്നാണ്. അപ്പോൾ കുജകുംഭമന്ദയാന. പിന്നെ പദ ശിഞ്ചിത മഞ്ജു നൂപുര. പദ ശിഞ്ചിത മഞ്ജു നൂപുര ത്വാം കലിത വ്രീള വിലാസ വിലാസം ആസസാജ. മകാരത്തെ മുറിച്ചു. വർണസ്രജമാത്ത ഭൃംഗനാദം ദധതി സാ കുജകുംഭമന്ദയാന പദശിഞ്ചിത മഞ്ജു നൂപുര ത്വാം കലിത വ്രീള വിലാസമാസസാദ. അങ്ങനെ കുജകുംഭങ്ങളുടെ ഭാരനിമിത്തം വളരെ മെല്ലെ നടക്കുന്നതായിട്ടുള്ള അമ്മ ഈ വരണമാല്യത്തിലെ 6 ഋതുക്കളിലെ പൂക്കൾ ചേർന്നമായിട്ടുള്ള മറ്റൊരു വനമാല, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു കല്യാണം കഴിക്കാനുള്ള ഈ മാലയോട് കൂടിയിട്ട് അതിൻ്റെ ആകർഷകം കുറേ ഉണ്ടേ. ഏതായാലും അങ്ങനെ വണ്ടുകൾ തേന് കുടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഈ മാലയിലെ ആ തേനെടുക്കാൻ വരുമ്പോണ്ടാവുന്ന വണ്ടിൻ്റെ ശബ്ദം ഓങ്കാരമാകുന്ന നാദം അത് കേട്ടുകൊണ്ട്, പിന്നെ വരണമാലയെ കൈ പിടിച്ചുകൊണ്ട് അമ്മ ഈ കാലിൽ കിടക്കുന്നതായിട്ടുള്ള നോപുരം തൊട്ടുള്ള ഓരോന്നും ആഭരണങ്ങൾ മുഴുവൻ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അതിമനോഹരമായിട്ടുള്ള അംഗ ചലനങ്ങളെ കൊണ്ടും നോട്ടാദികളെ കൊണ്ട് മുഖ പ്രവൃത്തികൾ, മുഖത്തിലൂടെ വരുന്നതായിട്ടുള്ള പ്രവൃത്തികൾ, കണ്ണായാലും കവിളായാലും ചുണ്ടായാലും കൈയായാലും കാലായാലും ദേഹം തന്നെയായാലും നിതംബം തൊട്ടുള്ള ഓരോന്നിനും ചലനങ്ങൾക്ക് അതിൻ്റെതായുള്ള പ്രാധാന്യമുണ്ട്. അങ്ങനെ ചലിക്കുന്നതായിട്ടുള്ള അതിമനോഹരിയായിട്ടുള്ള ലജ്ജ കലർന്ന് ഭഗവാനെ നോക്കുന്നതായിട്ടുള്ള അമ്മ ഭഗവാന്റെ സമീപത്തേക്ക് എത്തി എന്ന് ഈ ശ്ലോകം. പരണസ്രജമാർത്തഭൃംഗനാദം ദധതി സാ കുജകുംഭമന്ദയാന പദശിഞ്ചിത മഞ്ജുനൂപുരാ ത്വാം കലിതവ്രീള വിലാസമാസസാദ. വളരെ ഭംഗിയായിട്ടാണ്, കാവ്യ ഭംഗിയോട് കൂടിയിട്ട് ഈ നാരായണീയത്തെ ഉണ്ടാക്കിയത്. ഗിരിശദ്രുഹിണാദി സർവദേവാൻ ഗുണഭാജോപ്യവിമുക്തദോഷലേശാൻ അവമൃശ്യ സദൈവ സർവരമ്യേ നിഹിതാ ത്വയി അനയാപി ദിവ്യമാലാം. ഗിരിശദ്രുഹിണാദി സർവദേവാൻ ഗുണഭാജഃ അപി അവിമുക്തദോഷലേശാൻ അവമൃശ്യ അനയാ അപി സദാ സർവരമ്യേ ത്വയി ഏവ ദിവ്യമാല നിഹിത. ബ്രഹ്മാവ്, ശിവൻ തൊട്ട് എല്ലാവരും, എല്ലാ ദേവന്മാരും എല്ലാ ഗുണമുള്ളവരാണ് എങ്കിലും ഒരിക്കലും വിട്ടുപിരിയാതെ ഇരിക്കുന്നതുള്ള ദോഷാംശം ഉള്ളവരാണെന്ന് പറയാൻ വയ്യ. അവർക്കൊക്കെ ദോഷങ്ങളുണ്ട്, ദോഷത്തെ വിട്ടുപിരിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ലക്ഷ്മി ദേവിക്ക് ദോഷമുള്ള ആളുകളെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ലക്ഷ്മി ദേവി എല്ലായ്പ്പോഴും എല്ലാവരിലും വെച്ച് എല്ലാം കൊണ്ടും ഗുണം മാത്രമുള്ള, ദോഷങ്ങൾ ഒട്ടും ഇല്ലാത്തതായിട്ടുള്ള ഒരാളെ അങ്ങിൽ മാത്രമേ കണ്ടുള്ളൂ എന്നതുകൊണ്ട് ദിവ്യമായിട്ടുള്ള വരണമാല ആ ഭഗവാന് സമർപ്പിച്ചു. അവിടെ ഒരു സർവത്ര കൊടുക്കാറുണ്ട്, സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഗിരിശദ്രുഹിണാദി സർവദേവാൻ ഗുണഭാജോപ്യവിമുക്തദോഷലേശാൻ അവമൃശ്യ സദൈവ സർവരമ്യേ നിഹിതാ ത്വയ്യനയാപി ദിവ്യമാലാം. ഇങ്ങനെ നന്നായിട്ട് തന്നെ വിശകലനം ചെയ്തു വരൻ ആര് എന്നുള്ളത് അന്വേഷിച്ച് ആലോചിച്ച് ഗുണസ്വഭാവങ്ങളെ അറിഞ്ഞ് ഗുണം മാത്രമുള്ള ആളെ തന്നെ അമ്മ ഭഗവാനിൽ കണ്ടു. ആ ഭഗവാനെ, വിഷ്ണുവിനെ അമ്മ വിവാഹം കഴിക്കുകയും ചെയ്തു എന്ന് ഈ ശ്ലോകം. ഗിരിശ ദ്രുഹിണാദി സർവദേവാൻ ഗുണഭാജഃ അപി അവിമുക്ത ദോഷലേശാൻ. ദോഷലേശം, ദോഷത്തിന്റെ ഏറ്റവും കുറച്ച് അതുപോലും ഉണ്ടാവാൻ പാടില്ല, ഒട്ടും നിന്നും മോചനം നേടിയിട്ടില്ല. അതുകൊണ്ട് അവമൃശ്യ, അതിനെ എന്ത് ചെയ്തു? അതിനെ കണക്കാക്കിയില്ല, അത് വേണ്ട എന്ന് നിശ്ചയിച്ചു എന്നാ. ഞാൻ നല്ലോണം ചിന്തിച്ചറിഞ്ഞു. അതാണ് വിമർശനം ചെയ്തു എന്നുള്ള അർത്ഥമുള്ളൂ. എങ്കിലും അവമൃശ്യ നല്ലോണം ചിന്തിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഒഴിവാക്കി എന്നർത്ഥം. അതാണ് അവമൃശ്യ സദായേവ സർവരമ്യേ നിഹിത ത്വയി അനയാ അപി ദിവ്യമാല. ഗിരിശ ദ്രുഹിണാദി, ശിവൻ ബ്രഹ്മാവ് തൊട്ട് ആദി തൊട്ട് എല്ലാവരും, സർവദേവാൻ എല്ലാവരും, ഗുണഭാജഃ അപി ഗുണമുള്ളവരാണ്. എന്നിരുന്നാലും അവിമുക്ത ദോഷലേശാൻ എല്ലാവരും മുഴുവനും ദോഷങ്ങളെ വിട്ടുപോയവരല്ല, കുറേശ്ശെ ദോഷമുള്ളവരാണ് എന്നത് അവമൃശ്യ കണ്ടു, മനസ്സിലാക്കി. അനയ അപി, അങ്ങനെയുള്ള ഈ ലക്ഷ്മി ദേവിയാൽ, അനയ ഇവളാൽ,
അനയ എന്ന് വെച്ചാൽ ഇവളാൽ. അപ്പോൾ ഇവിടെ ലക്ഷ്മി ദേവിയാൽ. സദാ സർവരമ്യേ, എല്ലാവരിലും വെച്ചിട്ട് രമിപ്പിക്കുക എന്ന സ്വഭാവമുള്ള രമയും രമിപ്പിക്കുക എന്ന സ്വഭാവമുള്ള രാമനും. ഇപ്പൊ രാമനാണ് രമയെ കല്യാണം കഴിച്ചത്, രമയാണ് രാമനെ കല്യാണം കഴിച്ചത്. ഇവിടെ രമ ഭഗവാനെ വിവാഹം കഴിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. സീതാരാമന്മാര്, രമാരാമന്മാരെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല. സീത എന്നുള്ളതിന് കുറച്ചും കൂടി അർത്ഥമുണ്ട്, അതുകൊണ്ടാണ്. വെളുത്തത് എന്നൊരർത്ഥമുണ്ട്, നല്ല വിദ്യ, ആത്മവിദ്യ എന്നുള്ള അർത്ഥമുണ്ട്. എത്രയാ ചോദിച്ചാൽ മനസ്സിലാട്ടോ, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഏതായാലും അതുകൊണ്ടൊക്കെ തന്നെയാണ് വിദ്യ ചേരുമ്പോഴാണ് വിദ്വാനാകും, അപ്പോഴാണ് രമിപ്പിക്കാൻ പറ്റുക. അങ്ങനെയുള്ള സീതാരാമേന്ദ്രന്മാര്. അതേപോലെ ലക്ഷ്മി വിഷ്ണു, രുക്മിണി കൃഷ്ണൻ. പിന്നെ അവതാരമൂർത്തികളായിട്ട് കുറേ ഉണ്ട് കേട്ടോ. പൃഥു, അർച്ചിസ്, മനു, ശതരൂപ, അങ്ങനെ ധാരാളമുണ്ട് അവതാരമൂർത്തികളുടെ ദ്വിത്വമായിട്ട്. അപ്പൊ ഇവിടെ അനയാ അഭി സദാ സർവരമ്യേ, എല്ലാ തരത്തിൽപ്പെട്ടതായിട്ടുള്ള രമിപ്പിക്കലുകളും ചെയ്യുന്നതായിട്ടുള്ള അമ്മ ത്വയി ഏവ, അത് ഭഗവാനിൽ മാത്രമേ ഈ രമിപ്പിക്കൽ കണ്ടുള്ളൂ. അതുകൊണ്ട് ദിവ്യമാല നിഹിത, ആ ദിവ്യമാലയെ ആ ഭഗവാങ്കൽ സമർപ്പിച്ചു. ഗിരിശദ്രുഹിണാദി സർവദേവാൻ ഗുണഭാജോപ്യവിമുക്തദോഷലേശാൻ അവമൃശ്യ സദൈവ സർവരമ്യേ നിഹിത ത്വയ്യനപായി ത്വയ്യനയാവി ദിവ്യമാല. ഇങ്ങനെ ഗുണദോഷങ്ങളെ വിചിന്തനം ചെയ്തുകൊണ്ട് ആളെ വേണ്ട, മറ്റാളെ വേണ്ട, അങ്ങനെ വേണ്ട, ഇങ്ങനെ വേണ്ട എന്നെല്ലാം കണക്കാക്കിക്കൊണ്ട് ഭഗവാനിൽ ഒരു ദോഷവും കണ്ടില്ല. എന്നാൽ ഒരു ദോഷം കണ്ടു എന്ന് പറയുന്നുണ്ട്, തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു ദോഷം കണ്ടു, അത് സാരില്ല എന്ന് കണക്കാക്കിയിട്ട് ഭഗവാനെ വിവാഹം ചെയ്തു. ഈ ലക്ഷ്മി സ്വയംവരമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്പോൾ എന്താണോ തരുന്നത് അത് മുഴുവൻ ലക്ഷ്മിയാൽ ഭഗവാന്റെ ആജ്ഞ കൊണ്ട് തരപ്പെട്ടത്, അല്ലെങ്കിൽ അത് കിട്ടില്ല. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഈ ശുദ്ധവായു ശ്വസിക്കുന്നത്, വിശപ്പ് മാറ്റാനുള്ള ആഹാരത്തെ കിട്ടുന്നത്, ശുദ്ധ പോട്ടെ എന്തായാലും കിട്ടുന്നത്, ഉറക്കം വേണ്ടത്ര ഇല്ലെങ്കിലും ശരി കുറച്ചെങ്കിലും കിട്ടുന്നത്, ഇതെല്ലാം ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണ്. ഈ കല്യാണം നടന്നില്ല വെച്ചാൽ ഇതൊന്നും നമുക്ക് കിട്ടില്ല. അതാണ്. ഇനി 8ാമത്തെ ശ്ലോകം. പുരസാ തരസാ മമാനിധൈനാം ഭുവനാനാം ജനനീമനന്യഭാവാം ത്വദുരോ വിലസത്തദീക്ഷണ ശ്രീ പരിവൃഷ്ട്യാ പരിപുഷ്ടമാസ വിശ്വം. ഇനി അത് മാത്രമല്ല കേട്ടോ, കല്യാണം കഴിച്ചാൽ മാത്രം പോരാ, വധുവിനെ എവിടെ ഇരുത്തണം? ഹൃദയത്തിൽ ഇരുത്തണം. ത്വം ഭുവനാനാം ജനനീം, അങ്ങ് ഈ ലോകങ്ങളുടെ മാതാവാണ്. ലക്ഷ്മിയോട് പറയാണ്. അനന്യഭാവാം, മറ്റൊരാളിൽ പ്രേമമില്ലാത്ത ഭാവത്തിലാണ്, അതായത് ഒരാളെ മാത്രമല്ലേ കല്യാണം കഴിക്കാവൂ, അങ്ങനെയുള്ള ഭാവം, പതിവ്രതയാണ്. ഏനാം തരസ ഉരസ, ഈ ലക്ഷ്മി ദേവിയെ തരസ വളരെ പെട്ടെന്ന് തന്നെ ഉരസ വക്ഷസില് ഹൃദയത്തില് മാറിൽ അങ്ങോട്ട് വെച്ചു. ഉരസ മമാനിധ, മാനിച്ചു. മാനിധ എന്നേ വേണ്ടു, മമാനിധ നന്നായിട്ട് തന്നെ മാനിച്ചു. അതാണ് ഉരസ മമാനിധ. ഉരസിൽ വക്ഷസിൽ ഹൃദയത്തിൽ തന്നെ സ്ഥാനം കൊടുത്തുകൊണ്ട് എപ്പോഴും അങ്ങോട്ട് സ്വന്തമാക്കി. മനസ്സിൽ എന്നും ഈ നമ്മൾ ഭഗവാനെ ഹൃദയത്തില് കുടിയിരുത്തിയ പോലെ തന്നെ ഈ ഹൃദയത്തില് ഭഗവാൻ ഈ രമയെ, ഈ ലക്ഷ്മി ദേവിയെ കുടിയിരുത്തി. ത്വത് ഉരോ വിലസത്, അങ്ങയുടെ മാറില്, ഉരോഭാഗത്തില്, ഉരസില്, മാറില് പ്രകാശിക്കുന്നതായിട്ടുള്ള, വിലസുന്നതായിട്ടുള്ള തത് ഈക്ഷണ, ആ അമ്മയുടെ അതിമനോഹരമായിട്ടുള്ള ഈക്ഷണമാകുന്ന, ലക്ഷ്മിക്കുള്ള ആ പേര് പറയാനുള്ള കാരണം ലക്ഷണം ചെയ്യുന്ന എന്നുള്ളതാണ്. ഈക്ഷണം ചെയ്യുന്ന ലക്ഷ്മി എന്നാണ്. അപ്പൊ ലക്ഷിക്കുക, രക്ഷിക്കുക എന്ന ഭാവമുള്ള ഈ നോട്ടം, പാലകത്വം ഉള്ളതായിട്ട് ആ ലക്ഷ്മി ഭഗവാന്റെ ഹൃദയത്തിൽ തന്നെ ഇരുന്നു. അതിമനോഹരമായിട്ടുള്ള ഈ നോട്ടങ്ങളെ കൊണ്ട് ത്വത് ഉരോ വിലസത് തത് ഈക്ഷണ ശ്രീ പരിവൃഷ്ട്യ, ഈ നോട്ടം കൊണ്ട് വിശ്വം പരിപുഷ്ടം ആസ, അതുകൊണ്ട് ഈ പ്രപഞ്ചം പോഷിപ്പിക്കപ്പെട്ടതായിട്ട് മാറി. അതല്ലെങ്കിൽ നമുക്ക് ശ്വാസം കിട്ടില്ല, ഓക്സിജൻ കിട്ടില്ല അർത്ഥം. ശുദ്ധവായു, ശുദ്ധജലം, ശുദ്ധാഹാരം, കിടക്കാനുള്ള സ്ഥലം, ആഹാര, നീഹാര, നിദ്ര, വിഹാര, മൈഥുനാദികളെ കിട്ടില്ല. ഭഗവതിയുടെ അനുഗ്രഹം ഇല്ലാത്ത കിട്ടില്ല. ഈ കല്യാണം നടന്നുകൊണ്ട് അത് കിട്ടിയത്. ഉരസാ തരസാ മമ നിധൈനാം
ഭുവനാനാം ജനനീമനന്യഭാവാം ത്വദുരോ വിലസത്തദീക്ഷണ ശ്രീപരിവൃഷ്ട്യ പരിപുഷ്ടമാസ വിശ്വം ത്വം ഭുവനാനാം ജനനീം അനന്യഭാവാം ഏനാം തരസ ഉരസ മമാനിധ ത്വത് ഉരോ വിലസത് തത് ഈക്ഷണ ശ്രീ പരിവൃഷ്ട്യ വിശ്വം പരിപുഷ്ടം ആസ. ഉരസ തരസ മമാനിധ ഏനാം ഭുവനാനാം ജനനീം അനന്യഭാവാം ത്വത് ഉരോ വിലസത് തത് ഈക്ഷണ ശ്രീ പരിവൃഷ്ട്യ പരിപുഷ്ടം ആസ വിശ്വം എന്ന് പദച്ഛേദം. അപ്പോൾ ഭഗവാൻ ഈ ലോകങ്ങളുടെ മാതാവായിട്ടുള്ള മറ്റൊരാളിലും പ്രേമമില്ലാത്തതായിട്ടുള്ള ഈ ലക്ഷ്മി ദേവിയെ തൻ്റെ കഴുത്തിൽ വരണമാല്യമിട്ടതായിട്ടുള്ള പത്നിയാക്കിയതായിട്ടുള്ള ആ ഭാര്യയെ, ഈ ലക്ഷ്മി ദേവിയെ വേഗം തന്നെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്ത് പ്രത്യേകമായിട്ടുള്ള പീഠത്തിൽ ഇരുത്തി മാനിച്ചു, എല്ലാവരെ കൊണ്ടും മാനിപ്പിച്ചു. ആ അമ്മയുടെ ഈ ഭഗവാന്റെ മാറിലിരുന്നു കൊണ്ടുള്ള നോട്ടങ്ങളെ കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ പുഷ്ടിപ്പെടുകയും ചെയ്തു, നന്നായിട്ട് പുഷ്ടിപ്പെടുകയും ചെയ്തു എന്ന് ഈ ശ്ലോകം. പുരസാതരസാ മമാനിധൈനാം ഭുവനാനാം ജനനീമനന്യഭാവാം ത്വദുരോ വിലസത്തദീക്ഷണ ശ്രീ പരിവൃഷ്ട്യ പരിപുഷ്ടമാസ വിശ്വം. ഇനി 9ാമത്തെ ശ്ലോകം. അതിമോഹന വിഭ്രമാതദാനിം മദയന്തി ഖലു വാരുണീ നിരാഗാൽ തമസ പദവീമദാസ്ത്വമേനാമതി സമ്മാനനയാ മഹാസുരേഭ്യാം. തദാനീം അതിനുശേഷം അതിമോഹന വിഭ്രമ, അത്യധികം വശീകരിക്കാൻ കഴിവുള്ളതായിട്ടുള്ള വിലാസചേഷ്ടകളെല്ലാം കാണിക്കുന്നതായിട്ടുള്ള മദയന്തി, മതിപ്പിക്കുന്നതായിട്ടുള്ള സ്വഭാവമുള്ള വാരുണി, വാരുണി എന്ന മദ്യദേവത. വാരുണി എന്ന മദ്യത്തിനും പേര്. വാരുണി കൊണ്ടുവന്നതായിട്ടുള്ള ദേവതയ്ക്ക് വാരുണി എന്ന് നാമവും. അപ്പോൾ വാരുണി മദ്യം കൊണ്ടുവന്ന ദേവതയാണ് വാരുണി എന്ന് സാരം. അങ്ങനെ വാരുണി നിരാഗാത് ഖലു, ആ സമയത്ത് വാരുണി എന്ന മദ്യദേവത ഉയർന്നു വന്നു. വീണ്ടും പാലാഴി കളഞ്ഞപ്പോൾ വാരുണിയാണ് പൊന്തി വന്നത്. വാരുണി മദ്യവും കൊണ്ടാണ് വന്നത്. ത്വം തമസഹ, അതുകൊണ്ട് തമസിന്റെ പദവി ഉണ്ടായിക്കൊണ്ട്, പദവിയും സ്ഥാനമായിട്ടുള്ള ഏനാം ഈ വാരുണി ദേവിയെ അതിസമ്മാനനയാ നന്നായിട്ട് തന്നെ ബഹുമാനത്തോടു കൂടിയിട്ട് മഹാസുരേഭ്യ അദാഹ അസുരശ്രേഷ്ഠന്മാർക്കായിട്ട് കൊടുത്തു എന്നാണ്. ലക്ഷ്മിയെ പോലെ തന്നെ സൗന്ദര്യം, ഭഗവാനിലുള്ളതായിട്ടുള്ള അമൃത് ലക്ഷ്മി ദേവിയിൽ ഉണ്ടായതുകൊണ്ട് ഭഗവാനാണ് അമൃത് കൊണ്ടുവരേണ്ടത് എന്നതുകൊണ്ട് അത് കൊണ്ടുവന്നില്ല. വാരുണിയാണെങ്കിൽ ഈ മതത്തിന് ഉറവിടമായിട്ടുള്ള മദ്യത്തെ, മധുവെ, അത് ധാരാളമായിട്ട് എല്ലാവർക്കും കൊടുക്കുവാൻ വേണ്ടിയിട്ട്, അഹങ്കാരത്തെ ജനിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, എന്നാൽ ഒരു നാശത്തിന് കാരണവും ആയിത്തീരും. തമോ ഗുണമാണ് ഉണ്ടാവുക. മത്തഭാവം ഉണ്ടായതുകൊണ്ട് മോഹത്തെ മോഹിക്കപ്പെടും, അല്ലാതെ കൊണ്ട് മോഹിക്കപ്പെടും. അങ്ങനെയുള്ള ഈ വാരുണി ദേവി വാരുണി മദ്യവും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് ഏറ്റവും കൂടുതൽ അതിന് അർഹത തമോ ഗുണികൾക്കാണ് എന്ന് അറിഞ്ഞുകൊണ്ട് രജോ ഗുണം തമോ ഗുണം പൂർണ്ണമായിട്ടുള്ള അസുരന്മാർക്ക് ആ വാരുണിയെയും വാരുണി മദ്യത്തെയും കൊടുത്തു. സന്തോഷത്തോടു കൂടിയിട്ട് കൊടുത്തു എന്നാ. ഇല്ലാച്ചാൽ ഈ പ്രപഞ്ചം നിലനിൽക്കുകയില്ല, അതിനു വേണ്ടിയിട്ടാണ് കൊടുത്തത്. അതാണ്. അപ്പൊ അധികം പ്രാധാന്യം ഉണ്ടായിന് കേട്ടോ. അതിമോഹന വിഭ്രമാതദാനിം മദയന്തി ഖലു വാരുണീ നിരാഗാൽ തമസ പദവി മദാസ്ത്വമനോ മതി സമ്മാനനയാ മഹാസുരേഭ്യ. തദാനീം അതിമോഹന വിഭ്രമ മദയന്തി വാരുണീ നിരാഗാൽ ഖലു ത്വം തമസഃ പദവീം ഏനാം അതിസമ്മാനനയാ മഹാസുരേഭ്യ അദാഹ. അതിമോഹന വിഭ്രമ തദാനീം മദയന്തി ഖലു വാരുണി നിരാഗാത് തമസ പദവീം അദാഹ ത്വം ഏനാം അതിസമ്മാനനയാ മഹാസുരേഭ്യ എന്ന് പദച്ഛേദം. അപ്പോൾ അത്യധികം വശീകരിക്കാൻ കഴിവുള്ള വിലാസചേഷ്ടകളെ കാണിക്കുന്നതായിട്ടുള്ള, മതിപ്പിക്കുന്നതായിട്ടുള്ള വാരുണി എന്ന മദ്യദേവത വാരുണി എന്ന മദ്യവും കൊണ്ട് ഉണ്ടായി. ആ തമസിന്റെ ഉറവിടമായിട്ടുള്ള ഈ മദ്യം, അതേപോലെ തമസിന്റെ ഉറവിടമായിട്ടുള്ള ഈ വാരുണി എന്ന ദേവത എല്ലാവരാലും ബഹുമാനിക്കാറില്ല. തമോ ഗുണികൾ മാത്രമേ ബഹുമാനിക്കുള്ളൂ. അത് തമോ ഗുണികൾ തന്നെ ബഹുമാനിച്ചോട്ടെ എന്ന് കണക്കാക്കിക്കൊണ്ട് അസുരശ്രേഷ്ഠന്മാർക്കായിട്ട് അതിനെ ബഹുമാനത്തോടു കൂടിയിട്ട് ഭഗവാൻ അവർക്ക് വേണ്ടി സമർപ്പിച്ചു എന്ന് ഈ ശ്ലോകം. അതിമോഹന വിഭ്രമാതദാനിം മദയന്തി ഖലു വാരുണീ നിരാഗാത്
തമസ പദവീമദാസ്ത്വമേനാം അതിസമ്മാനനയാ മഹാസുരേഭ്യ. ഇനി 10ാമത്തെ ശ്ലോകം. തരുണാംബുധസുന്ദരസ്തദാത്വം നനു ധന്വന്തരിരുദ്ധിതോംബുരാശേ അമൃതം കലശേ വഹൻകരാഭ്യാമഖിലാർത്തിം ഹര മാരുതാലയേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മരുതാലയേശ അല്ലയോ ഗുരുവായൂരപ്പ. വേണപ്പത്തൂർ പറയാണ്. തഥാ അതിനുശേഷം തരുണാംബുധസുന്ദര, പുതിയ മേഘത്തെ പോലെ. തരുണ അമ്പുരം എന്ന് വെച്ചാൽ തരുണ അമ്പുതം, വെള്ളത്തെ തരുന്നതായിട്ടുള്ള ഭാവമാണ് മേഘങ്ങൾക്ക്. അതുകൊണ്ട് അമ്പുതം എന്ന് പേര്. അമ്പു തരുന്നതായിട്ടുള്ള സുന്ദരന്മാരായിട്ടുള്ള അപ്പോൾ ഉണ്ടായതായിട്ടുള്ള തരുണം തന്നെ അതാണ്. അപ്പോൾ ഉണ്ടായതായ പോലെ മറ്റേ ഇതും കൂടി ഉണ്ട് കുറച്ച്. എന്ത്, സൂര്യന്റെ പ്രഭ വരുമ്പോൾ ഒരു ചെറിയ ഒരു പ്രകാശം, അതിനൊരു പ്രത്യേകത, അതൊക്കെ ഉണ്ട്. അങ്ങനെ സൗന്ദര്യം പലതും ഉണ്ട്. അത് ആ ശാസ്ത്രം പറയുമ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിവിടെ വെള്ളത്തെ, നല്ല ശീതള ജലത്തെ തരുന്നതായിട്ടുള്ള, ജലത്തെ പാനീയമായിട്ടുള്ള വെള്ളത്തെ തരുന്നതായിട്ടുള്ള ഈ തരുണാംബുധ സുന്ദര കരാഭ്യാം, അങ്ങനെയുള്ള നിറമുള്ള 2 കൈകളെ കൊണ്ടും കലശേ, ഒരു കുടത്തില് അമൃതിനെ വഹിക്കുന്നതായിട്ട് ചതുർബാഹു വിഷ്ണുവായിട്ടാണ് വന്നത്. 2 കൈയില് ഈ അമൃതം എന്നാണ് പറഞ്ഞത്. ഒരു കൈയിലാണ് അമൃതം. അങ്ങനെ കൊണ്ടുവന്നതായിട്ടുള്ള ഈ അമൃത് വഹിക്കുന്നതായിട്ടുള്ള അംബുരാശേഹേ, ഈ സമുദ്രത്തിൽ നിന്ന് ഉദ്ധിതഹ നനു, പാലാഴിൽ നിന്ന് ഉയർന്നു വന്നതായിട്ടുള്ള ഭഗവാൻ ധന്വന്തരി മൂർത്തിയായിട്ടുള്ള ഭഗവാനേത്വം അഖിലാർത്തിം ഹര, എല്ലാ ആർത്തികളെയും തീർത്തു തരണേ എന്ന് ഭഗവാനോട് പെട്ടെന്നാണ് നിർത്തി. അങ്ങനെയാണ്. ഒരു ശ്ലോകം കൂടി വേണമെങ്കിൽ ആവാം, പക്ഷേ ഉണ്ടായില്ല. ഇത്ര മതി എന്ന് കണക്കാക്കിയിട്ടുണ്ടാവും. അതാണ് തരുണാംബുധ സുന്ദരസ്തദാത്വം നനു ധന്വന്തരിരുദ്ധിതോംബുരാശേ അമൃതം കലശേ വഹൻകരാഭ്യാമഖിലാർത്തിം ഹരമാരുതാലയേശ. അങ്ങനെയുള്ള ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്ങനെയുള്ള ഗുരുവായൂരപ്പ? അപ്പോൾ പുതിയ മേഘം പോലെ അതിമനോഹരമായിട്ടുള്ള 2 കൈ കൊണ്ടും കുടത്തില് അമൃതിനെ വഹിക്കുന്നവന് സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്നതായിട്ടുള്ള ആ ധന്വന്തരി മൂർത്തി, അങ്ങേ ഞാൻ നമസ്കരിക്കുന്നു. അങ്ങേ എല്ലാ ദുഃഖങ്ങളും മാറ്റി എന്നെ അനുഗ്രഹിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പൂജാവിധിയിലുള്ള ധ്യാന ശ്ലോകം ധന്വന്തരി മൂർത്തി. അവിടെ അവാന്തരതമ ഋഷി അനുഷ്ഠുപ് ചന്ദ ശ്രീ ധന്വന്തരി മഹാവിഷ്ണു ദേവത വ്യാസൻ കണ്ടുപിടിച്ചതായിട്ടുള്ള മന്ത്രമാണ് അനുഷ്ഠുപ് വൃത്തത്തിലെ ധന്വന്തരി മന്ത്രം എന്നുള്ളത്. നമ്മൾ സാധാരണ വായനക്കാര് അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണ അമൃത രോഗാന്മേ നാശാശേഷൻ ആശു ധന്വന്തരി ഹരി എന്നാണ് ചൊല്ലാറ്. അപ്പോ ഈ ധന്വന്തരി മൂർത്തിയെ സാധാരണഗതിയില് ധ്യാനം ചെയ്യുന്നത് ചക്രം ശംഖം ജലോകാം ദധതം അമൃതകുംഭം ചതുർഭി സൂക്ഷ്മസ്വച്ഛാതിഹൃദ്യാം ശുകമതി വിലസൽ മൗലിം അംഭോജനേത്രം കാളാംഭോദോജ്വലാംഗം കടിതടവിലസച്ചാരുപീതാംബരാഢ്യം വന്ദേ ധന്വന്തരിം തം നിഖിലഗതവന പ്രൗഢദാവാഗ്നിലീലം. ഓ നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരിമൂർത്തിയെ അമൃതകലശഹസ്തായ സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണുവേ സ്വഹ. അപ്പോ ഈ 4 കൈകളെ കൊണ്ട് ചതുർഭി അങ്ങനെയാണ്. അപ്പോ 4 കൈകളെ കൊണ്ട് ജളൂകം, അട്ട, ശംഖം, ചക്രം, ഇങ്ങനെ ജളൂകം എന്നുള്ളത് അട്ടയാണ്. അതുപോലെ ശംഖും ചക്രവും പിന്നെ അമൃതകുംഭവും. അപ്പോൾ ശംഖുണ്ട്, ചക്രമുണ്ട്, അട്ടയുണ്ട്, പിന്നെ അമൃതകുംഭമുണ്ട്. അങ്ങനെ അത് കൊണ്ടുവന്നതായിട്ടുള്ള 4 കൈകളിൽ 4 ആഭരണങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങൾ, ചക്രായാലും ശംഖായാലും അട്ടയായാലും അമൃതകുംഭായാലും അത് ധരിക്കുന്നതായിട്ടുള്ള സൂക്ഷ്മ സ്വച്ഛാതിഹൃദ്യാം ശുകമതി വിലസൻ മൗലിം അംഭോജ നേത്രം. സൂക്ഷ്മമായിട്ടുള്ള, സ്വച്ഛമായിട്ടുള്ള, നിർമ്മലമായിട്ടുള്ള, അതിഹൃദ്യമായിട്ടുള്ള, അത്യന്തം ഹൃദയാകർഷകമായിട്ടുള്ള, അതേപോലെ പീതവസ്ത്രം ധരിച്ചതായിട്ടുള്ള, ശോഭിക്കുന്നതായിട്ടുള്ള, ശിരസ്സോട് കൂടിയ അംഭോജനേത്രം, താമര കണ്ണായിട്ടുള്ള, പിന്നെയോ കാളാംഭോദോജ്വലാംഗം, കറുത്ത മേഘം പോലെയുള്ള ഉജ്ജ്വലമായിട്ടുള്ള ശോഭിക്കുന്നതായിട്ടുള്ള അംഗത്തോടു കൂടിയ, ശരീരത്തോടു കൂടിയ, പിന്നെ കടിതറ വിലസൽ ചാരു പീതാംബരാഠ്യം. കടിതറത്തിൽ അരക്കെട്ടില് മറ്റേ ധരിച്ചിരിക്കുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ള മഞ്ഞപ്പെട്ട്, അതേപോലെ ആഢ്യൻ ശ്രേഷ്ഠനായിട്ടുള്ള നിഖിലഗത വന പ്രൗഢ ദാവാഗ്നിലീലം, എല്ലാ സമസ്തങ്ങളായിട്ടുള്ള നിഖിലം അങ്ങനെയാണ്. ഗതങ്ങളാകുന്ന, രോഗങ്ങളാകുന്ന, ദുഃഖങ്ങളാകുന്ന വന
പ്രൗഢന് എന്നുവെച്ചാൽ നിബിഡവനം. നമുക്ക് 2 തരത്തിൽപ്പെട്ടതായുള്ള രോഗങ്ങളാണ്. ഒന്ന് ശരീരത്തിന്, ഒന്ന് മനസ്സിന്. പിന്നെ ജീവന്റേതായിട്ടുള്ള ഈ പാപഭാരങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കുന്ന, ദേഹത്തിന് തരുന്ന ദുഃഖങ്ങളാകുന്ന രോഗങ്ങളെ ഇല്ലാണ്ടാക്കുന്ന, അതേപോലെ ഈ മനസ്സിന് കാമാദികളെ ഇല്ലാണ്ടാക്കുന്ന, മുക്തി തരുന്നതായിട്ടുള്ള ആ ഭഗവാൻ ഈ നമ്മുടേതായിട്ടുള്ള ഈ നിബിഡ വനം ഉണ്ടല്ലോ, ഈ ചീത്ത നെഗറ്റീവ്സ് ആകുന്ന ഈ രോഗമായാലും ഭവരോഗമായാലും അതിനെ ദാവാഗ്നി ലീല കൊണ്ട്, ഒരു കാട്ടുതീ പോലെ ഇരിക്കുന്ന ഭഗവാന്റെ ഈ പ്രഭാവം കൊണ്ട് മുഴുവൻ നശിപ്പിക്കും. അങ്ങനെയുള്ള തം ധന്വന്തരിയും, ആ ധന്വന്തരി മൂർത്തിയെ ഞാൻ ദാ നമസ്കരിക്കുന്നു. ഇപ്പൊ 4 കൈകളിലായിട്ട് ചക്രം, ശംഖ, ജലൂകം എന്ന അട്ട, അതുപോലെ അമൃതകുംഭം ഇത് ധരിച്ചിട്ട് സൂക്ഷ്മമായിട്ടുള്ള, നിർമ്മലമായിട്ടുള്ള, അതിമനോഹരമായിട്ടുള്ള മഞ്ഞപ്പെട്ടുകൊണ്ട് ശോഭിക്കുന്നതായിട്ടുള്ള അരക്കെട്ടോട് കൂടിയ ഉത്തരീയം ഇട്ടുണ്ട്, പൂണുനൂലിട്ടുണ്ട്. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള കാർവർണ്ണനായിട്ടുള്ള ഭഗവാനെ, അതിസുന്ദരനായിട്ടുള്ള ഭഗവാന്റെ ഈ നോട്ടങ്ങളെ കൊണ്ട് എന്നർത്ഥം. അപ്പോൾ പാലനം എപ്രകാരത്തില ഈ രോഗങ്ങളാകുന്ന നിബിഡവനം, കൊടുങ്കാട്. ഈ കൊടുങ്കാട് എന്തൊക്കെയുള്ള അതില് ഈ ഷഡ്വൈരി, ഷഡൂർമി, ഷഡരി തൊട്ടുള്ളതും, അതേപോലെ തന്നെ പാപവാസന, കർമ്മവാസന തൊട്ടുള്ളതും, അതേപോലെ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള ദുഃഖദുരിതങ്ങളും, അതേപോലെ തന്നെ ശരീരത്തിന് വന്നതായിട്ടുള്ള രോഗങ്ങളും, വീണ്ടും വീണ്ടും ജനിക്കുക മരിക്കുക എന്ന സംസാരവും തൊട്ടുള്ള ഈ നിബിഡവന കൊടുങ്കാട്, അതിനെ ഒരു കാട്ടുതീയായിട്ട് ധന്വന്തരിമൂർത്തിയായി വന്ന് അതിനെയെല്ലാം നശിപ്പിക്കുന്നതായിട്ടുള്ള ഭഗവാനെ എന്നെയും രക്ഷിക്കുമാറാകണേ എന്ന് വലിയൊരു പ്രാർത്ഥനയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരിമൂർത്തിയെ അമൃതകലശഹസ്തായ സർവ അമയ വിനാശായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ സ്വാഹ. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാന്മേ നാശാശേഷൻ ആശു ധന്വന്തരേ ഹരേ. അങ്ങനെയുള്ള ഭഗവാനെ നമുക്ക് എന്ത് ചെയ്യണം? ഇനിയും രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക. നമുക്ക് അത്രയും ചെയ്യാൻ അറിയുള്ളൂ. മേൽപ്പത്തൂരും പറഞ്ഞ തന്നെയാണ്, എൻ്റെ ഈ രോഗത്തെയൊക്കെ തീർത്തു തരണേ. മാരുതാലയേശ ഗുരുവായൂരപ്പ. തഥാ തരുണാംബുധ സുന്ദര, പുതിയ മേഘം പോലെ അതിമനോഹരമായിട്ടുള്ള കരാഭ്യാം, കരങ്ങളെ കൊണ്ട്, കലശേ, ഈ കുടത്തില് അമൃതം വഹൻ, അമൃത് കൊണ്ടുവന്നതായിട്ടുള്ള, അംബുരാശേഹേ, സമുദ്രത്തിൽ നിന്നും ഉത്ഥിത നനു, ഇപ്പോ ഉയർന്നു വന്നതായിട്ടുള്ള ധന്വന്തരി മൂർത്തി, ഈ ദേവഭിഷഗ്വരന്മാർക്കും ഗുരുവായിട്ടുള്ള ഭിഷഗ്വരനായിട്ടുള്ള ലോകവൈദ്യനായിട്ടുള്ള ധന്വന്തരി മൂർത്തി, ത്വം അഖിലാർത്തിം ഹര, എൻ്റെ എല്ലാ ആർത്തികളെയും ദുഃഖങ്ങളെയും തീർത്തു തരയണമേ എന്ന് പ്രാർത്ഥിച്ചു. തരുണ അംബുദ സുന്ദര തഥാ ത്വം നനു ധന്വന്തരി ഉത്ഥിത അംബുരാശേഹേ അമൃതം കലശേ വഹൻ കരാഭ്യാം അഖിലാർത്തിം ഹര മാരുതാലയേശ. തരുണാംബുദ സുന്ദരസ്തദാ ത്വം നനു ധന്വന്തരിരുത്ഥിതോംബുരാശേ അമൃതം കലശേ വഹൻ കരാഭ്യാം അഖിലാർത്തിം ഹര മാരുതാലയേശ. ഇങ്ങനെയുള്ള ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാരായണ അഖില ഗുരു ഭഗവാൻ നമസ്തേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇങ്ങനെ 10 ശ്ലോകങ്ങളെ കൊണ്ട് ഈ ദശകം ഇവിടെ അവസാനിപ്പിച്ചു. ഇനി 29ാമത്തെ ദശകത്തില് വിഷ്ണുമായ ആവിർഭാവാദി കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് നാളെ പാരായണം ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 4 ഭാഗങ്ങളായിട്ട് 2 ദശകങ്ങളെ, 27ഉം 28ഉം ദശകങ്ങളെ പാലാഴിമഥന കഥ വെച്ച് പറഞ്ഞത്. അത് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. കുട്ടികളെ കേൾപ്പിക്കണം എന്നും പ്രാർത്ഥിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ യൂട്യൂബിലുമുണ്ട്, ഫേസ്ബുക്കിലുമുണ്ട്. അത് എല്ലാവർക്കുമായിട്ട് കേൾക്കാൻ അവസരമുണ്ടാകട്ടെ. മനസ്സ് ശുദ്ധമാകട്ടെ. പുരാണ പരിചയം വേണം എന്നുള്ളത് തോന്നലുണ്ടാവട്ടെ. ഒരു പാഠ്യപദ്ധതിയായിട്ട് എടുക്കുമാറാകട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണ നാരായണ.